അങ്ങനെ ഞാൻ ഇന്ന് വന്നിരിക്കുന്നതേ ഞണ്ട് റോസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇതൊരു ഈസി റെസിപ്പിയാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. അപ്പം നമുക്ക് വേണ്ടത് പാനിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക, ചൂടാകുമ്പോൾ അതിനകത്തോട്ട് കടുക് പൊട്ടിക്കുക, പിന്നെ കുറച്ച് കറിവേപ്പില പൊട്ടിക്കുക, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതും കൂടി ചേർക്കുക. അത് നന്നായി വഴറ്റുക. അതൊന്ന് വഴന്ന് വരുമ്പോൾ അതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കുക. സവാള കുറച്ച് കൂടുതൽ എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അത് നന്നായി അങ്ങോട്ട് വഴറ്റിയെടുക്കുക. അത് വഴന്ന് കഴിയുമ്പോൾ പൊടികൾ ചേർക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല. ഇത് നന്നായി ഇളക്കുക. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഇളക്കുക. അതിനുശേഷം ഒരു തക്കാളി ചേർക്കുക. അതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ കുറച്ച് പച്ചമുളകും ചേർക്കാം കേട്ടോ. അത് നന്നായി വഴന്ന് പച്ചമുളക് മാറുന്ന വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം അതിനകത്തോട്ട് നമ്മുടെ ഞണ്ടിനെ പെറുക്കി എടുത്തങ്ങ് ഇടുക. എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി എടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിച്ച് നോക്കുക. അപ്പോൾ ഒട്ടും വെള്ളം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കേട്ടോ. പിന്നെ വീണ്ടും അടച്ചു വെച്ച് വേവിക്കുക. നന്നായി വെന്തു കേട്ടോ ഞണ്ട്. അതിനകത്തോട്ട് ഉപ്പും പെപ്പർ പൗഡറും കൂടെ ചേർത്ത് അവസാനമായിട്ട് ഒന്നും കൂടെ ഇളക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ വാരി കത്തറിക്കുക. കറി റെഡി. നല്ല ടേസ്റ്റുള്ള കറിയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.